ഹായ് ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തേത് നമ്മുടെ ഒരു റമദാൻ വ്ളോഗാണ്. അപ്പം നോമ്പ് 28 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ആ ഒരു ദിവസത്തെ ഒരു വ്ളോഗാണ്. അപ്പം ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഡിലേ ആയിപ്പോയി. പെരുന്നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര തിരക്കും കാര്യങ്ങളെല്ലാം ആയിപ്പോയോണ്ടാണ് ഇത്രയും ഡിലേ ആയത്. അപ്പം നമ്മുടെ വീട്ടിലൊരു കുട്ടി നോമ്പ് തുറ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നോമ്പ് തുറ എന്ന് പറയാൻ വേണ്ടി പറ്റൂല, എന്നാലും ഒരു നോമ്പ് തുറ. അതാ അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ പരിപാടികളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ എന്ന് പറയുമ്പോൾ ഒരു 10-11 മണിയെല്ലാം ആകുമ്പോഴത്തേക്കിന് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിക്കന്, മീന്, കല്ലുമ്മക്കായി, മീനല്ല ചിക്കന്, ചെമ്മീന്, കല്ലുമ്മക്കായി ഇതെല്ലാം എടുത്ത് വെള്ളത്തിലിട്ട് ഉമ്മ കഴുകി ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയ്ക്ക് കുറേ സവാളെല്ലാം ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞതെല്ലാം ചോപ്പ് ചെയ്തതാണ്. അപ്പം നമുക്ക് എത്രത്തോളം മസാല വേണ്ടി വരുമെന്നൊന്നും പറയാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും എല്ലാം അങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം മസാല ആക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും യൂസ് ചെയ്യാമല്ലോ, അത് വിചാരിച്ചിട്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റൂലല്ലോ. അപ്പം അതിൻ്റെ സൈഡിൽ നിന്ന് ഇതാ ഉമ്മ കല്ലുമ്മക്കായി എല്ലാം നിറക്കുന്നുണ്ട്. അപ്പം കുറച്ച് വലിയ സൈസ് കല്ലുമ്മക്കായേനു, അങ്ങനെ കല്ലുമ്മക്കായി നിറക്കുന്നുണ്ട്. ഞാൻ ഇപ്പുറത്തുനിന്ന് മസാല ആക്കാൻ വേണ്ടി പോക്കാന്ന്. അപ്പം ഇതാ കറിവേപ്പിലെല്ലാം ഉപ്പ പറിച്ചിരുന്നുണ്ട്. പിന്നെ ആ ഒരു പണികളെല്ലാം കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാ കറിവേപ്പില കുറച്ചധികം തന്നെ ഇടുന്നുണ്ട്. എന്തായാലും ഇവിടെ വീട്ടിലായ നല്ല കറിവേപ്പിലല്ലേ, വാങ്ങിയ വിഷമുള്ള കറിവേപ്പില എന്നല്ല, അതോട് കുറച്ചധികം തന്നെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ മസാലകൾ അവിടെ ആക്കാൻ വെച്ച് കല്ലുമ്മക്കായി നിറച്ച് വെച്ച് പിന്നെ ഇതാ ചെമ്മീൻ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രൈ ആക്കുന്നുണ്ട്. ചെമ്മീൻ മസാല ആക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതാ കുറച്ച് മസാല വേറെ തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ചെമ്മീൻ്റെ മസാലയും പിന്നെ ചിക്കൻ മസാലയാണ് കേട്ടോ ആക്കുന്നത്. അപ്പം ചെമ്മീനിൽ വെറും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് ചെറുങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനും ഉമ്മയും കൂടിയിട്ടാണ് കേട്ടോ ഇതെല്ലാം ആക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലേനു, ഓരോ ആള് ഓരോ സംഭവം ഇങ്ങനെ ആക്കി വരുത്തേനു. അപ്പോൾ അനിയത്തിക്ക് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ മോള് പിന്നെ കുറച്ച് സമയം അനിയത്തിൻ്റെ കൂടെ ആയിക്കോളും. പിന്നെ ഇതാ ഉച്ചയായപ്പോൾ മോൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോക്കാന്ന്. അങ്ങനെ ഇതാ വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ അനിയത്തിൻ്റെ കൂടെ കളിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊരു ഫ്രീ ആണ് കേട്ടോ. അല്ലെങ്കിൽ എന്നെ കിച്ചണിൽ ഇറങ്ങാൻ വേണ്ടി സമ്മതിക്കൂല, എൻ്റെ ബേക്കുന്നേ ഇങ്ങനെ വരും. പിന്നെ ഉപ്പയോ അനിയത്തി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് കളിച്ചോളും കേട്ടോ. കളിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് മെയിനായിട്ട് ഇങ്ങനെ എപ്പോഴും എൻ്റെ ബേക്കുന്നേ വരുത്താന്ന് മെയിൻ പണി ഉണ്ടായാൽ. അപ്പോൾ ഇതാ ഉപ്പാൻ്റെ ഒരു ടീഷർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടേനു ഓൺലൈനിൽ നിന്ന്, മീഷോന്ന്. അപ്പോൾ ആ ഒരു കൊറിയർ വന്നതാണ്. അങ്ങനെ ആ ഒരു കൊറിയറെല്ലാം വാങ്ങി വെച്ച് പിന്നെ കുറച്ച് സമയം ഇങ്ങനെ റെസ്റ്റ് എല്ലാം എടുത്തിട്ടാണ് കേട്ടോ പിന്നെ അങ്ങ് കിച്ചണിലേക്ക് ഇറങ്ങിയത്. പിന്നെ ഇതാ മക്രോണി ആക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മുടെ അടിപൊളി ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീൻ മസാലിനെ കൊണ്ട് ഈ ഒരു ഉണ്ടപ്പുട്ട് കണ്ട അതാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ തേങ്ങയിൽ ഡിപ്പ് ചെയ്തിട്ട് കാണാൻ നല്ല മൊഞ്ചാണ് കേട്ടോ. ഇങ്ങനെ സ്റ്റീം ചെയ്ത് നമ്മളധികം സ്റ്റീം ചെയ്ത് കഴിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് കടികൾ തന്നെയാണ് ആക്കിയിട്ടുണ്ടായത്. പിന്നെ ഇതാ ചിക്കൻ മസാല ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, 2 പോളയാക്കാന്ന് വിചാരിച്ചു അതിനെ കൊണ്ട്. പിന്നെ ഇതാ ചിക്കൻ മസാല വെച്ചിട്ട് ഒരു ഇഡലി പാത്രത്തിലാക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരിയരിയാണോ പച്ചരിയാണോ എന്ന് ഓർമ്മയില്ല, അങ്ങനെ എന്തോ ഒരു അരി കുതിർത്തിട്ട് അതിൽ മുട്ടയും തേങ്ങാപ്പാലെല്ലാം ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് ഒഴിച്ചിട്ട് അതിലേക്ക് മസാല വെച്ചിട്ടാണ് കേട്ടോ ആക്കുന്നത്. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരിയെല്ലാം അരച്ചെടുക്കലാണ്. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായി ഇതാ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനി ചൂട് പോയിട്ട് ഇതാ തോടെല്ലാം അടർത്തി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ലാസ്റ്റ് പൊരിക്കാൻ പിന്നെ വലിയ പണിയില്ലല്ലോ. അപ്പോൾ അതെല്ലാം ലാസ്റ്റ് പൊരിക്കാന്ന് വെച്ചിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ഇറാനി പോള റെഡി ആയിട്ടുണ്ട്. ഇത് ചിക്കൻ മസാല ഇട്ടിട്ട് ആക്കിയെടുത്തതാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ല, അതേപോലെ തന്നെ കഴിക്കാനും അതിനേക്കാളും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് ശേഷം ഉമ്മ അവിടെ പാൻ വെച്ചിട്ട് മക്രോണി പോളയും കൂടി ആക്കാന്ന് പറഞ്ഞിട്ട് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ കുറേ പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴുകി വെച്ച് ഇങ്ങനെ പാത്രങ്ങളിനെ കുന്നുകൂടി കിടന്ന് കിച്ചണെല്ലാം അങ്ങനെ മെസ്സായി കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഡിസ്കംഫേർട്ട് അല്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീനാക്കി വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെ മൊത്തത്തിൽ അലമ്പായിട്ട് വാരി വലിച്ചിട്ട് കാണുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ തോന്നൂല. അതുകൊണ്ട് തന്നെ ബാക്കി പണികളെല്ലാം അവിടെ വെച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാത്രം കഴുകലാണ്. പിന്നെ ഇതാ മക്രോണി പോളയും കൂടി റെഡി ആയിട്ടുണ്ട്. ഇതും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഇഡലി പാത്രത്തിലാക്കുന്ന ഈ ഒരു കടി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് ചിക്കൻ മസാല ഇട്ടിട്ട് ആക്കിയെടുത്തതാണ്.
അങ്ങനെ ഇങ്ങനെ ഓരോരോ കടികൾ ഇങ്ങനെ റെഡിയായി കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സന്തോഷമാണ് കേട്ടോ. എല്ലാം പെട്ടെന്ന് റെഡി ആയിട്ട് കുറച്ച് വെറുതെ ഇരിക്കാന്നുള്ള വിചാരിച്ചതേനു. അങ്ങനെ ഇതാ കുറച്ച് കിച്ചണെല്ലാം ക്ലീൻ ആക്കിയിട്ട് വെക്കുമ്പോഴത്തേക്കിന് പിന്നെയും കൗണ്ടർ ടോപ്പെല്ലാം മൊത്തത്തിൽ ഇങ്ങനെ വാരി വലിച്ചിട്ട പോലെ ആയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ കായടക്ക് വേണ്ടിയിട്ടുള്ള മുട്ടപ്പാണ്ടെല്ലാം അവിടെ ഉമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കായട ആക്കാൻ വേണ്ടി പോക്കാന്ന്. കായട എനിക്ക് തീരെ ലെവലാവാത്തൊരു സംഭവം കേട്ടോ. ഞാൻ ആക്കാതെ നിന്ന് കഴിഞ്ഞാൽ അതൊരു ഷേപ്പും ഉണ്ടാവൂല, അത് പൊരിക്കാൻ നിന്നാൽ അതാണെങ്കിൽ പൊട്ടി പൊട്ടി പോകും കേട്ടോ. ഞാൻ ഒരിക്കൽ ബഹ്റൈനിലുള്ള സമയത്ത് ഒരിക്കൽ ആക്കാൻ നിന്നിട്ട് എനിക്ക് അനുഭവം ഉള്ളതാണ്. പിന്നെ ഒരു പരിപാടിയിലുള്ളതല്ലേ, വെറുതെ ആക്കിയിട്ട് അലമ്പാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കായടൻ്റെ പരിസരത്ത് ഞാൻ പോയിട്ടില്ല. അപ്പോൾ കല്ലുമ്മക്കായി പൊരിക്കാന്ന് വിചാരിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു ഫസ്റ്റ് കായട പൊരിച്ചിട്ട് കല്ലുമ്മക്കായി പൊരിക്കാന്ന്. അതുകൊണ്ട് ഇതാ ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ ചൂടായി കഴിഞ്ഞിട്ട് ഉമ്മയാണ് കേട്ടോ കായട ഇങ്ങനെ അതിൻ്റെ അകത്തൊക്കെ ഇടുന്നത്. അപ്പം ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും അത് പൊട്ടും. അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടില്ല. അപ്പം ആ ഒരു സമയത്ത് ജ്യൂസ് അടിക്കാനുള്ള ഷമാമെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ജ്യൂസ് അടിക്കുന്ന ഡ്യൂട്ടി അനിയത്തിക്കാന്ന്. അപ്പം അതെല്ലാം കട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് അപ്പത്തേക്ക് ഉമ്മൻ്റെ കായട പൊരിക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ടേനു. പിന്നെ ഇതാ കല്ലുമ്മക്കായി പൊരിക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും മുളകും വെള്ളവും പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ കല്ലുമ്മക്കായി പൊരിക്കാൻ വേണ്ടി പോക്കാന്ന്. അപ്പോൾ കല്ലുമ്മക്കായി ലാസ്റ്റോട്ടാണ് കേട്ടോ പൊരിക്കുന്നത്. എല്ലാ പണികളും എല്ലാ കടികളും എല്ലാം ആയിക്കഴിഞ്ഞതിന് ശേഷമാണ് കല്ലുമ്മക്കായി പൊരിച്ചെടുക്കുന്നത്. അപ്പോഴത്തേക്കിനെ മരിബ് വാങ്ങി കൊടുക്കാനെല്ലാം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അസർ കഴിഞ്ഞപ്പോൾ സമയം പോകുന്നത് തീരെ മനസ്സിലായിട്ടില്ല. അസർ നിസ്കാരെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് സമയം പോയ പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ പിന്നെ ഭയങ്കര ചടപടാന്ന് വെച്ചിട്ട് എല്ലാം തീർക്കലാന്ന്. പിന്നെ കുറച്ച് പാലോത കാച്ചാന്ന് പറഞ്ഞിട്ട് ഉമ്മ ഇതാ പാല് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാലോതയും കുറച്ച് കാച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് എല്ലാവർക്കും കുടിക്കാമല്ലോ. പിന്നെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ തിരക്ക് പിടിച്ചിട്ട് ഫ്രൂട്ട്സ് എല്ലാം കുറച്ചൊന്ന് മൊഞ്ച് വേണ്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചൊന്ന് അലങ്കരിച്ച് വെക്കുന്നതാണ്. അപ്പം ഇത്രയും ആക്കിയിട്ട് ഫ്രൂട്ട്സ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബോറല്ല. അതുകൊണ്ട് തിരക്ക് പിടിച്ചൊരു 5 മിനിറ്റ് മറ്റേ ഉള്ളൂ കേട്ടോ മാങ്ങ കൊടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ലെവലിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ ബാങ്ക് കൊടുക്കാനെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറെ ആരും ഇല്ല നോമ്പർക്കാൻ. നമ്മളെ വീട്ടിലത്തെ 5-6 ആൾക്കാരും പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനെ വിളിച്ചതാണ് കേട്ടോ. വേറെ ആരും ഇല്ല. അപ്പോൾ ഇപ്പോൾ നാട്ടിലുണ്ടേനു. അപ്പോൾ അനിയനും ഉപ്പാനെയും കൂടി അങ്ങനെ വിളിച്ചതാണ്. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വിളിച്ച് പെട്ടെന്ന് സെറ്റാക്കി എടുത്തതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വേറെ ആരും ഉണ്ടായിട്ടില്ലേനു. പിന്നെ നമ്മളെ ഉപ്പ ഉമ്മ ഹസ്ബൻഡ് ഉമ്മ അനിയത്തിമാർ നമ്മൾ തന്നെ. അപ്പോൾ ഇതാ കടിയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷമാം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ടാങ്ക് കലക്കിയിട്ടുണ്ടേനു. പിന്നെ ഇതാ പ്ലേറ്റിലേക്ക് എല്ലാം വിളമ്പി സെറ്റാക്കുന്ന തിരക്കിലാന്ന്. അപ്പോൾ 2 പോളകളും ഇങ്ങനെ ഓരോ പ്ലേറ്റിൽ തന്നെ ഇങ്ങനെ സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ പോളയെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ മക്രോണി പോളയെല്ലാം നല്ല അടിപൊളിയാണ്. നമ്മൾ പൊതുവേ നോമ്പിന് നമ്മൾ പോളകളാക്കലേ ഇല്ല. ഇപ്പം നമ്മൾ അത്ര ആൾക്കാരല്ലേ ഉള്ളൂ. അങ്ങനെ പോളകളെല്ലാം ആക്കി കഴിഞ്ഞാൽ അതെല്ലാം അവിടെ ബാക്കിയായിരിക്കുമല്ലോ. അതുകൊണ്ട് ആക്കാത്ത സംഭവമാണ്. അതോട് കഴിക്കാണ്ട് കഴിക്കുന്നുണ്ട്. അതൊന്ന് ഭയങ്കരമായിട്ട് ടേസ്റ്റ് തോന്നുന്നുണ്ട്. അങ്ങനെ ഇതാ ഫ്രൂട്ട്സിൽ സപ്പോട്ട, മാങ്ങ, ഓറഞ്ച്, ബത്തക്ക അങ്ങനത്തെ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു കുൽക്കട്ട എന്നിട്ടൊരു സംഭവം ഉണ്ടല്ലോ, കോഴിയടാന്നാ ആ ഒരു സംഭവം ഉണ്ട്. പിന്നെ കുറച്ച് നട്ട്സ് എല്ലാം വെച്ച് അങ്ങനെ ടേബിളെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നോമ്പ് തുറക്കുന്ന ടൈം മരിബ് വാങ്ങിൻ്റെ കുറച്ചൊരു 20 മിനിറ്റ് മുന്നെയെങ്കിലും എല്ലാം സെറ്റാക്കി വെറുതെ ഇരിക്കണം എന്നല്ല വിചാരിച്ചാണ് കേട്ടോ. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. ബാങ്ക് കൊടുക്കുന്നതിന് 2 മിനിറ്റ് മുന്നെയാണ് എല്ലാം സെറ്റായത്. എന്നിട്ട് കുറേ പാത്രങ്ങൾ പിന്നെ കുന്നുകൂടി കിടക്കുന്നുണ്ടെങ്കിലും കൊണ്ട് എത്ര കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ചതാണെന്നൊന്നും തോന്നൂല. അങ്ങനെ പാത്രങ്ങളിൽ ഉണ്ടെങ്കിലും കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നോമ്പ് തുറയെല്ലാം കഴിഞ്ഞ് എല്ലാവരും നിസ്കരിച്ച് കഴിഞ്ഞ് കുറേ ടൈമായിട്ടുണ്ട്. പിന്നെ ഇതാ രാത്രിയാവാനായപ്പോൾ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചക്ക ഉമ്മ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് കേട്ടോ ആ ചക്കൻ്റെ സ്മെല്ലേ എനിക്കിഷ്ടമല്ല. എൻ്റെ വീട്ടിലെ ബാക്കി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് അങ്ങനെ ജസ്റ്റ് അങ്ങനെ വീഡിയോ എടുത്തതേ ഉള്ളൂ. നോമ്പാകുമ്പോൾ ആരും അങ്ങനെ ചക്ക അങ്ങനെ കഴിക്കൂല. എന്നാലും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആൾ എന്തായാലും കഴിക്കുമല്ലോ. കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെ അതെല്ലാം അങ്ങനെ സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ രാത്രിയേക്കുള്ള ഫുഡാക്കലാണ്. അപ്പോൾ രാത്രി കുറച്ച് ആണപ്പത്തിലാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ വൈകുന്നേരത്തെ കടികളെല്ലാം കുറേ ബാക്കി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ഇപ്പുറത്തെല്ലാം കൊടുത്ത് അങ്ങനെയെല്ലാം കുറേ തീർത്തിയതാണ്. പിന്നെ കുറച്ച് ഫുഡാക്കി എടുക്കുന്നുള്ളൂ.
എന്നാലും നാട്ടിലുള്ളപ്പോൾ ഞാൻ എന്താണെന്നറിയില്ല ഭയങ്കര മടിച്ചെന്ന് വെച്ചാൽ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കേണ്ട കാര്യങ്ങളിലേക്കൊന്നും ഇറങ്ങലേ ഇല്ല. അപ്പോൾ എന്നിട്ട് എല്ലാവരും ചോദിക്കും കേട്ടാ ഞാൻ അങ്ങനെ ആക്കിയിട്ട് ഫോട്ടോ എല്ലാം അയക്കുന്നതെല്ലാം ഉള്ളത് തന്നെയാണെന്ന് ചോദിക്കലാന്ന്. നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോൾ എങ്ങനെയാലും ആക്കി പോവുമല്ലോ. എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ വേറെ എന്തെങ്കിലും പണികളുണ്ടാവും, ക്ലീൻ ആക്കലും ഇങ്ങനത്തെ എല്ലാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും നിൽക്കലേ ഇല്ല. അപ്പോൾ കുറേ കൂടിയിട്ട് ആക്കുന്ന പോലെല്ലാം തോന്നിയിട്ടുണ്ട് കേട്ടാ ഇങ്ങനെ ആണപ്പത്തിലെല്ലാം ഇങ്ങനെ ഉരുട്ടി ഇടുമ്പോൾ. അപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് വിഷുവിൻ്റെ തലേന്നാണ്, ഏപ്രിൽ 13. അപ്പോൾ ഭയങ്കര പടക്കം പൊട്ടുന്നുള്ള സൗണ്ട് ഇട്ടിട്ട് ഇടയ്ക്ക് ഭയങ്കരമായിട്ടെല്ലാം പൊട്ടുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആകുന്നുണ്ടെന്ന് അറിയില്ല എൻ്റെ വോയിസ്. അപ്പോൾ പടക്കം പൊട്ടുന്നല്ല നിങ്ങളൊന്ന് സഹിക്കുക. അങ്ങനെ ഇതാ നമ്മുടെ ആണപ്പത്തലിന് വേണ്ടിയിട്ടുള്ള ഗ്രേവിയെല്ലാം ഉമ്മ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ടൊന്ന് സ്റ്റീം ചെയ്യലാണ്. അപ്പോൾ സ്റ്റീം ചെയ്യേണ്ട പരിപാടികളെല്ലാം ഉമ്മക്കാന്ന് കേട്ടോ. ഞാനിങ്ങനെ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ആണപ്പത്തലെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആണപ്പത്തലെല്ലാം ദമ്മിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നോമ്പിൻ്റെ ടൈം എന്താണെന്ന് അറിയില്ല, ഇങ്ങനത്തെ ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ അത്ര അങ്ങോട്ട് ഇറങ്ങൂല. അങ്ങനെ ഫ്രൂട്ട്സും എല്ലാം അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കല്ലുമ്മക്കായും കുറേ ബാക്കിയുണ്ടേനു, അങ്ങനെ അതും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ. ആ പിറ്റേ ദിവസം ഒരു 10 മണി ആ ഒരു ടൈമെല്ലാം ആയപ്പോൾ എടുത്ത വീഡിയോ ആണ്. അങ്ങനെ നമ്മളൊന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പം മോക്ക് പെരുന്നാൾക്ക് വേണ്ടിയിട്ട് ഷൂസും കുറച്ച് സംഭവങ്ങളും അങ്ങനെയെല്ലാം എടുക്കാനുണ്ടേനു. അങ്ങനെ ടൗണിലേക്ക് ഇറങ്ങിയതാണ് കേട്ടാ. അപ്പോൾ ഇതാ ഫുള്ള് ഇങ്ങനെ റമലാൻ ചന്തമല്ലേ, റമലാൻ സ്ട്രീറ്റ് ഫുഡ് മൊത്തത്തിൽ സിറ്റിയിലെല്ലാം ഫുൾ വൺ ബ്ലോക്കേനു. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കുറേ ആയിട്ട് ഇവിടെ പോയിട്ട് കഴിക്കണം എന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും കാണുമ്പോൾ വയറ് മാത്രമല്ല മനസ്സും നിറഞ്ഞ പോലെയാണ്. ഭയങ്കര തിരക്കായിട്ട്. എനിക്ക് പൊതുവെ ഇങ്ങനെ തിരക്കുള്ള സ്ഥലങ്ങളിലൊന്നും കയറ്റി ഫുഡ് കഴിക്കുന്നത് നടക്കുന്ന പരിപാടിയല്ല. എനിക്ക് ഇങ്ങനെ ഫുഡെല്ലാം കഴിക്കാൻ കുറച്ചധികം ടൈമെല്ലാം എടുക്കും കേട്ടോ. കുറച്ച് ആസ്വദിച്ച് മെല്ലെ മെല്ലെ കഴിക്കണം. ഓരോ സെക്ഷനിലൂടെ പോകുമ്പോൾ ഭയങ്കര സ്മെല്ലാണ്. ചിക്കൻ ചുടുന്നതും കബാബും അതിൻ്റെ എല്ലാം ഇടക്കൂടെ പോകുമ്പോൾ അതിൻ്റെ എല്ലാം ഇങ്ങനെ സ്മെല്ല് മൂക്കി കേഴുന്നുണ്ടേനു. എന്നാലും ആ തിരക്കെല്ലാം കാണുമ്പോൾ ഒന്നും കഴിക്കാൻ വേണ്ടി തോന്നിയിട്ടില്ല. അങ്ങനെ ഇതാ ടൗണിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുത്തിട്ട് കേട്ടോ. അത്രയും ബ്ലോക്കാനും ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ടേനു സ്റ്റോളെല്ലാം. അപ്പം ഭയങ്കര ഇവിടെ നോമ്പല്ലെങ്കിൽ തന്നെ ആ ഒരു കച്ചിൻ്റെ കടയിലെല്ലാം ഭയങ്കര തിരക്കാണ്. അപ്പം നോമ്പായി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, കുറേ ഏരിയ നല്ല ആൾക്കാർ വന്ന് ഫുള്ള് ബ്ലോക്കായിരുന്നു. അങ്ങനെ ടൗണിലെത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ ഷോപ്പ് കയറി ഇറങ്ങിയിട്ട് ലാസ്റ്റ് ഒരു ഷോപ്പിൽ നിന്ന് നമുക്കൊരു ഷൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഷൂസും ചെരുപ്പെല്ലാം എടുക്കുമ്പോൾ ഇട്ട് നോക്കി ഒരു 10 മിനിറ്റ് നടത്തിച്ചിട്ടല്ലേ എടുക്കാൻ വേണ്ടി പറ്റൂ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ എടുക്കൽ. അല്ലെങ്കിൽ പിന്നെ മോള് ചിലപ്പോൾ ഇട്ട് നടക്കൂല. അതുകൊണ്ട് ആ ഷൂ എല്ലാം ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ നടത്തിച്ചിട്ട് ഷൂ എല്ലാം എടുത്തിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ തട്ടാൻ വിടൂല കേട്ടാ. പിന്നെ ഇങ്ങനെ ഇറങ്ങി നടക്കണം, ഭയങ്കര പണിയാണ് ഇങ്ങനെ ഒന്ന് വണ്ടിയിൽ കയറ്റി ഇരുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ വിശന്ന ഒരു വിധത്തിലായപ്പോൾ റാന്തലിലേക്ക് കയറ്റി ഫുഡെല്ലാം ഓർഡർ ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് ഇതൊന്നും എവിടെയെല്ലാം ക്ലോസ് ചെയ്ത് എല്ലാം തുടച്ച് ക്ലീനാക്കി, ആകെ ബത്തക്ക ജ്യൂസ് മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ലാസ്റ്റ് ഓപ്ഷനായി KFC കയറി. നമ്മൾ 3-4 ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും ഒന്ന് കഴിക്കാതെ വെച്ചിട്ട് അത്രയ്ക്ക് വിശക്കുന്നുണ്ടേനു. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ 10 മണി ആയിനല്ലോ. അപ്പോൾ ഓൾറെഡി ഒരു 12 ആയിട്ടുണ്ട്. പിന്നെ ഇതാ KFC കയറിയപ്പോൾ അവിടെയും ഫുള്ള് മെനുവെല്ലാം ക്ലോസ് ചെയ്യുന്നു, ആകെ ബർഗറേ ഉള്ളൂ എന്ന് പറഞ്ഞേ. അങ്ങനെ ഇതാ അവിടെ 15-20 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ വിശന്ന് ഒരു വിധമായിട്ടുണ്ടേനു. കുറേ ബ്ലോക്കിലെല്ലാം വിട്ട് കുറേ ടൈം എടുത്തിയല്ലേ, അതൊന്ന് ഇങ്ങനെ ഭയങ്കര ലേറ്റായി എല്ലാം ക്ലോസ് ആയി പോയത്. അങ്ങനെ ഇതാ നമ്മൾ KFCൻ്റെ മേലെ കയറിയിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ ബസ് സ്റ്റാൻഡിലുള്ള KFCയിലാണ് കേട്ടോ പോയിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടുന്ന് KFC കഴിക്കുന്നത്. അപ്പം നാട്ടിൽ നിന്ന് കുറേ മുന്നേ എപ്പോൾ കഴിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ബർഗറും ഞാൻ ഫസ്റ്റ് ടൈമാണെന്ന് തോന്നും കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ബർഗർ എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടില്ല. പൊതുവെ എനിക്ക് KFCയുടെ റാപ്പാണ് ഇഷ്ടപ്പെടാത്തത്. ഇപ്പോൾ ഈ ബർഗർ കഴിച്ചപ്പോൾ വിചാരിക്കുന്നത് റാപ്പ് അത് ഇതിനേക്കാളും അടിപൊളിയും തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ അത് കഴിച്ചിട്ട് കുറച്ചൊരു ടേസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ ഒരു ഓറഞ്ച് ജ്യൂസിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൈം കുറേ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്നാണല്ലോ, അതുകൊണ്ട് തന്നെ ഫുൾ ഓണേനു. അപ്പോൾ ഇതാ നല്ല മധുരമുള്ള ഓറഞ്ച് ജ്യൂസെല്ലാം കുടിച്ചിട്ട് പിന്നെ എവിടെ പോകുന്നു ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ അലയുന്നുണ്ട്. നോക്കുമ്പോൾ എല്ലാം ക്ലോസ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാ ഇങ്ങനെ പോകുന്ന വഴിക്ക് കുറച്ച് ഉപ്പിലിട്ടതെല്ലാം കഴിച്ചു.
വീട്ടിൽ പോയി. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ അപ്പോൾ ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.